guys, welcome back to my YouTube channel all. And guys, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു തമ്പനയിൽ കണ്ട പോലെ തന്നെ ഭയങ്കര വിഷമമായി പോയുള്ള ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. റിയലി പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആവുമെന്ന്. ഇതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാൻ പറ്റും. 9th സ്റ്റാൻഡേർഡിലെ മാത്സ് 2025 എക്സാം ഞാൻ ഇപ്പോൾ റിട്ടേൺ ചെയ്ത് വന്നുള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് പോയത്, തകർക്കാം തിമിർക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് സഡൻലി ഇറ്റ്സ് ആൻ ആക്സിഡൻറ്റ്. റിയലി എന്താ പറയുക, ഫുൾ അങ്ങോട്ട് കൊളായിപ്പോയി എന്ന് പറയാം. ഫുള്ളെന്നല്ല, ലാസ്റ്റ് ഭാഗമൊക്കെ ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്തു. ഇപ്പോഴത്തെ സിലബസ് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് ദി മാത്തമാറ്റിക്സ് 9th സ്റ്റാൻഡേർഡ്. അപ്പോൾ ഒന്നും പറയണ്ട, ഫുള്ള് 1 വേർഡ്സ് ഒക്കെ കുഴപ്പമില്ല. ബട്ട് ലാസ്റ്റ് കൂടി വരുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നി. 5 മാർക്സിനുള്ളതൊക്കെ ഭയങ്കര ടഫായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പലതൊന്നും ഒരു ക്വസ്റ്റ്യന് 2 ക്വസ്റ്റ്യനൊക്കെ ഞാൻ എഴുതാതെ വിട്ടിട്ടുണ്ട്. കൂടാതെ എന്താ പറയുക, കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ എനിക്കത് തെറ്റാണെന്ന് അറിയാം. അപ്പോൾ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ മാത്സിൻ്റെ എക്സാം എഴുതിയിട്ട് വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. പലർക്കും പല അഭിപ്രായമാണ് കേട്ടോ. പക്ഷേ എൻ്റെ ക്ലാസ്സിലും ഞാനും എൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞത് ഇത് തന്നെയാണ്, സെയിം ഒപ്പീനിയൻ. ഭയങ്കര ടഫായിരുന്നു. അതും എന്താ പറയുക, ഇത്രയും ടൈം 2.5 hours ഉള്ളൂല്ലോ. അതിൽ 80 മാർക്ക് എന്ന് പറയുമ്പോൾ 26th ക്വസ്റ്റ്യൻ വരെ ഉണ്ട്. അതും ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ശരിക്കും ഞാൻ എത്തിപ്പോയി കേസ് കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതിയിട്ട് പെട്ടെന്ന് തീർക്കാന്നുള്ള ഒരു ഇതിൽ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എഴുതിയിട്ട് തീരുന്നില്ല, അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് നിമിഷം വരെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. ലാസ്റ്റ് അങ്ങനെ സാറ് പേപ്പറായിട്ട് മേടിച്ചിട്ട് പോയി. ഞാൻ കിട്ടിയൊക്കെ കൊടുത്തു. അപ്പോൾ നല്ല പണിയാണ് ശരിക്കും 9th സ്റ്റാൻഡേർഡിലെ ഈ ഒരു മാത്സ് എന്ന് പറയുന്നത്. ഓൺ എക്സാമിൻ്റെ മാർക്സ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എന്താ പറയുക, വിന്നാവും എന്നറിയാം. ബട്ട് മാർക്സിൻ്റെ കാര്യം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരാൻ പോണെന്ന് അറിയില്ല. കൂടാതെ ഞാൻ ട്യൂഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ടാണ് പഠിച്ച് എഴുതിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളവർ കുറേ പേരുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, എനിക്കൊരു പിടിയില്ല റിയലി. ഞാൻ ലാസ്റ്റ് എഴുതി എന്താ പറയുക, തലയൊക്കെ നമുക്ക് ചുറ്റും കിളിയൊക്കെ പോയി എൻ്റെ. പിന്നെ തിരിച്ച് വന്നപ്പോഴാണ് എനിക്ക് ഇത്തിരി ഒന്ന് എഴുതാൻ പറ്റിയത്. ബാക്കി ഞാൻ സ്റ്റെപ്സൊക്കെ ഇത്തിരി എഴുതി വെച്ചിട്ടുണ്ട്, അതിനെങ്കിലും 1 or 2 മാർക്സ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. ബിക്കോസ് കൂടുതലും ടഫായിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഒരു 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണ്. ഈ എക്സ്ട്രാ വന്ന പേപ്പറില്ലേ ഒറ്റക്ക് വന്നത്, ഇതാണ് മിക്കതും ടഫായിട്ടുള്ളത്. കൂടാതെ ഈ ഒരു പേപ്പറിൽ ഉണ്ട് കേട്ടോ, അത് ഒരു കാര്യം. അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെയാണ്. എന്തായാലും ആൻസർ കീ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ ആൻസർ കീ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബോറായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, 9ാം ക്ലാസ്സിലെ പിള്ളേർ മാത്രമല്ലല്ലോ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ 8th ആണെങ്കിൽ ഭയങ്കര സിമ്പിളായിരുന്നു കേട്ടോ. എനിക്ക് എക്സാംസ് ഒക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. 40ൽ 36 ഒക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് 8th. ബട്ട് ഇത് 80 മാർക്കിലാണ്. സോ എത്ര എന്താ പറയുക മാർക്സ് കിട്ടും എന്ന് അറിയില്ല, ഒരു ഐഡിയ ഇല്ല. സോ അങ്ങനെയൊക്കെയാണ് ഗൈസ്. പിന്നെ സെക്ഷൻ ഡി വരെ ഉണ്ട്. സെക്ഷൻ A, B, C, D വരെ ഉണ്ട്. D ആണ് 5 മാർക്ക്, C 4 മാർക്ക്, പിന്നെ 3 മാർക്ക്, പിന്നെ 1 മാർക്ക്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. സോ ഐ ഡോണ്ട് നോ ഗൈസ്, എല്ലാവരും ദൈവത്തിൻ്റെ കയ്യിലാണ് റിയലി പറയുകയാണെങ്കിൽ. അപ്പോൾ കുറേ പേര് നമ്മുടെ ചാനലിലുള്ളവർ 9th സ്റ്റാൻഡേർഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെയും അഭിപ്രായം അറിയണമെന്നുണ്ട്. സോ അതുകൊണ്ട് ചോദിച്ചതാണ്. ഒന്ന് പാരഗ്രാഫായിട്ട് കമൻറ്റ് ചെയ്യണം പറ്റുകയാണെങ്കിൽ. എനിക്ക് നിങ്ങളുടെ എങ്ങനെയായിരുന്നു അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഇപ്പോൾ സിമ്പിളായിരുന്നു, എല്ലാവർക്കും പാടാന്ന് പറയാൻ പറ്റില്ലല്ലോ. പലർക്കും പല അഭിപ്രായമാണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിനും എനിക്കൊക്കെ ഭയങ്കര ടഫായിരുന്നു റിയലി പറയുകയാണെങ്കിൽ. ഞാൻ ഭയങ്കര എന്താ പറയുക, കറക്റ്റ് ടൈമിൽ എഴുതി തീർക്കണം, 5 മിനിറ്റ് കൂടി ഈ ക്വസ്റ്റ്യൻ തീർക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ചെയ്ത് വന്നപ്പോൾ എൻ്റെ കൈ വിട്ടുപോയി റിയലി. കൂടാതെ ഈ ഒരു എക്സ്ട്രാ ഷീറ്റ് ഉണ്ടായിരുന്നല്ലോ, അതെനിക്ക് ചെയ്യാൻ ഭയങ്കര, ഞാൻ എന്താ പറയുക 15 minutes കൊണ്ട് എന്തുമാണ് ഇത് ചെയ്ത് തീർത്തത് ഈ ഒരു പേപ്പർ. സോ അതെങ്ങനെ ആവുമെന്ന് എനിക്കൊരു പിടിയില്ല ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ആൻസർ പേപ്പർ എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഞാൻ അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട്
ആൻസർ കീ നോക്കുന്നില്ല. ബിക്കോസ് എനിക്ക് നല്ല വിഷമാവും. നോക്കിക്കഴിഞ്ഞപ്പോൾ മാർക്ക് ഞാൻ 50 ഒരു 80 പ്രതീക്ഷിക്കുന്നതിൽ കുറഞ്ഞു പോയിട്ട് ഭയങ്കര വിഷമമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറേ എടുത്ത് നോക്കണില്ല. അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ആൻസർ പേപ്പർ കിട്ടുമ്പോൾ ഉള്ള മാർക്ക് ചെയ്താണോ അത് വെച്ച് സാറ്റിസ്ഫൈഡ് ആവാം. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ, ഒരു വഴിയില്ല. അത്രക്ക് എന്താ പറയുക, ടഫ് സിലബസ് ആയിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പത്തെ 9th സ്റ്റാൻഡേർഡ് ഇത്തിരി കൂടി ബെറ്റർ ആയിരുന്നു. ബട്ട് ഈ ഒരു 9th വന്നപ്പോൾ 5 to 9th ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം അയക്കണം എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ അതൊന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ആണെങ്കിൽ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ ഇടുമ്പോൾ കുറേ പേർക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ വ്യൂസും അത്യാവശ്യം കിട്ടുന്നുണ്ട് എനിക്ക് സ്റ്റഡി വ്ളോഗ്സിന് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സ്റ്റഡി വ്ളോഗ്സ് അപ്ലോഡ് ആക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അപ്ലോഡ് ആക്കാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കെമിസ്ട്രി ഫിസിക്സിൻ്റെ പഠിക്കുന്ന സ്റ്റഡി വ്ളോഗ് ഞാൻ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഇടാൻ നോക്കാം കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേദിവസം നിങ്ങൾക്ക് ഇന്ന് കാണാം. അതുപോലെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് അങ്ങനെയൊക്കെയാണ് ഗൈസ്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. എനിക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റിനും ഭയങ്കര എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഉണ്ട്. ബട്ട് മാത്സ് ഫുൾ ഗോൺ റോങ്. എന്തായാലും എന്താ പറയുക, ഞാൻ ടഫാണെന്ന് എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനും പറഞ്ഞു ടഫാണെന്ന്. അവരും പറഞ്ഞു അവർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സെയിം മൈൻഡ് തന്നെയാണ് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചുള്ള അഭിപ്രായം ഡു കമൻറ്റ്. ആൻഡ് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സോ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ഡിയേഴ്സ്. എന്തായാലും വേറെ ആൻസർ കീ ആയിട്ടൊക്കെ കാണാം. ബൈ.